മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. 22 വർഷത്തെ കരിയറിൽ 100-ലധികം ചിത്രങ്ങളിൽ പൃഥ്വി ഭാഗമായിട്ടുണ്ട്. അഭിനയത്തിന്റെ പുറമെ സംവിധാനം, നിർമ്മാണം, ഗായകൻ എന്നീ മേഖലകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ പൃഥ്വിക്ക് സാധിച്ചിട്ടുണ്ട്. തന്റെ ഇഷ്ട നടനായ മോഹൻലാലിനെ നായകനാക്കിയാണ് പൃഥ്വിരാജ് ആദ്യ ചിത്രം സംവിധാനം ചെയ്തത്. മാസിനൊപ്പം ക്ലാസിക്കും ചേർന്ന ലൂസിഫർ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി. സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസ് മൊമെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് പൃഥ്വിരാജ്. ഇന്ത്യയിലെ ഏതു ഭാഷയെടുത്താലും അതിലൊന്നും സ്ഫടികത്തെ വെല്ലാൻ മറ്റൊരു സിനിമയില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. പോലീസായ വില്ലനെ തല്ലിയ ശേഷം ഇതെന്റെ പുത്തൻ റൈബാൻ ഗ്ലാസ് എന്ന് പറയുന്നതിനപ്പുറം വലിയ മാസ് ഡയലോഗ് താൻ കണ്ടിട്ടില്ലെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. താൻ ഇടയ്ക്ക് കാണുന്ന സിനിമയാണ് സ്ഫടികമെന്നും ദേവാസുരവും ന്യൂഡൽഹിയും കണ്ടാണ് സിനിമ ആസ്വാദനം ആരംഭിച്ചതെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ശരിയായി നടക്കാൻ സാധിക്കാത്ത ഒരു നായകനെ വെച്ച് മാസ് കാണിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച സിനിമയാണ് ന്യൂഡൽഹി എന്നും മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നടനും ആ കഥാപാത്രം ചെയ്യാൻ സാധിക്കില്ലെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. ഫിലിം കമ്പനിയൻ സൗത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ്. ഏറ്റവും ഇഷ്ടപ്പെട്ട മാസ് മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ഫടികമാണ്. ഇന്ത്യയിലെ ഏതു ഭാഷയിലുള്ള സിനിമകൾ എടുത്താലും സ്ഫടികത്തിലെ ചില സീനുകളെ പോലെ മാസ് തോന്നിയിട്ടില്ല. പോലീസായിട്ടുള്ള വില്ലനെ തല്ലിയ ശേഷം ഇതെന്റെ പുത്തൻ റൈബാൻ ഗ്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും എന്ന് പറയുന്നതിനപ്പുറം വേറെ മാസില്ല. ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് കാണുന്ന സിനിമയാണ് സ്ഫടികം. അതുപോലെ ദേവാസുരം, ന്യൂഡൽഹി പോലുള്ള സിനിമകളെയും മാസ് എലമെന്റ് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ മാസ് എലമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ സെക്കൻഡ് ഹാഫാണ്. ശരിക്കും നടക്കാൻ കഴിയാത്ത ഒരു നായകൻ അത്രയും മാസ് കാണിക്കുന്നത് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. മമ്മൂക്ക ചെയ്തത് കൊണ്ടാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്. മലയാള സിനിമയിലെ മുന്നിട്ട് നിൽക്കുന്നത് ഇത്തരം വ്യത്യസ്തമായ ഐഡിയകളിലൂടെയാണ് പൃഥ്വിരാജ് പറഞ്ഞു.